ഹലോ എവരിവൺ, അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പരമ്പര ഇങ്ങനെ തുടരുകയാണ്. ഞാനും എൻ്റെ ചില ഫ്രണ്ട്സും എല്ലാ വർഷത്തിലൊരിക്കലെങ്കിലും പഴനിയിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ആ പോകുന്നതിൻ്റെ എൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഹൈവേ. ഇതുപോലെ നല്ലൊരു ഹൈവേ സിസ്റ്റം ഞാൻ അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ അങ്ങനെ പല സ്റ്റേറ്റുകളിൽ കണ്ടിട്ടില്ല. ഈവൻ ബാംഗ്ലൂരിൽ, കർണാടകയിലും ഓക്കെ, എന്നോ അത്രയും നല്ല റോഡുകളൊന്നും ഇവിടുത്തെ ഈ ഭാഗത്തൊന്നും അത്രയും നല്ല റോഡുകളില്ല. അപ്പം ആ രാത്രി വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ആയിട്ടുണ്ടാക്കിയ ആ റോഡുകളിൽ രാത്രിയിൽ നല്ല ഹൈ പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു കാർ എടുത്തുകൊണ്ട് പോകാൻ ഒരു പ്രത്യേക ഫീലിംഗാണ്. അത് അനുഭവിച്ച് തന്നെ അറിഞ്ഞു. ഒരു വളരെ ഈസി ആയിട്ട് ഒരു 170 ക്രൂസിംഗ് സ്പീഡായിട്ട് പോകാൻ പറ്റുന്ന ഹൈവേസ്. അതിങ്ങനെ ഒരു തുടർച്ചയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഏത് കാലഘട്ടത്തിൽ നമ്മൾ പഴയ കാലത്തേക്ക് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാലും തമിഴ്നാട്ടിലെ റോഡുകളൊക്കെ അറ്റ്ലീസ്റ്റ് ഹൈവേസ് വളരെ നല്ല റോഡുകൾ തന്നെയാണ്. അപ്പം അതൊരു നിമിഷത്തേക്ക് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം പഴയത് തന്നെ. കേരളം കമ്മ്യൂണിസ്റ്റുകാരുടെ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റുകാരുടെ കൈപ്പിടിയിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെട്ടിട്ടില്ല എന്നുള്ളതിനൊരു ചെറിയൊരു ഇപ്പോൾ നടക്കുന്നൊരു ഇൻസിഡൻറ്റിനെ കുറിച്ച് പറയാനാണ് ഇന്നിവിടെ വന്നിരിക്കുന്നത്. PM ശ്രീ നമ്മുടെ എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകൾക്ക് അവകാശപ്പെട്ട പോലെ തന്നെ കേരളത്തിനും അവകാശപ്പെട്ട കാശ് കേരളത്തിന് കിട്ടുന്നു. കേന്ദ്ര ഗവൺമെന്റ് തരുന്നൊന്നുമല്ല, കേരളത്തിന് അവകാശപ്പെട്ട കാശ് എടുക്കുന്നു. അത് എടുക്കുന്നതിനെ കുറിച്ച് എന്തെല്ലാം കോൺട്രവേഴ്സി. അത് നമ്മൾ വഴിയെ നടന്നു പോകുമ്പോൾ ഒരാൾ നമ്മളെ പിടിച്ച് നിർത്തിയിട്ട് കാശ് ഇങ്ങോട്ട് കയ്യിലോട്ട് വെച്ച് തരുന്നു. എടാ പിടിക്കടാന്ന് പറഞ്ഞുകൊണ്ട്. അത് നമ്മൾ പറയാണ്, നിന്റെ ആശയം ശരിയല്ല, അതുകൊണ്ട് ഞാൻ ഈ പൈസ മേടിക്കുന്നില്ല. ആ സമയത്ത് നമ്മുടെ അടുത്ത ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കും, നിന്റെ തലയ്ക്ക് ഇത്രയും വലിയ ഓളമാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങോട്ട് പൈസ കിട്ടുന്ന ഒരു പ്രോഗ്രാം, അത് വെറും ഐഡിയോളജിയുടെ പേരിൽ നമ്മൾ വേണ്ടാന്ന് വെക്കുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനൊരു പർട്ടിക്കുലർ വിൻഡോ ഉണ്ട്. ഇത് 2026-27 അക്കാഡമിക് ഇയറിൽ ഇതെന്തോ അവസാനിക്കാം. അപ്പം അതിനുള്ളിൽ ഇന്ത്യയിൽ തന്നെ സെലക്റ്റഡ് ഫ്യൂ സ്കൂൾസ്, അതായത് ഒരു സ്റ്റേറ്റിലോ മറ്റോ, എന്താണ് അതിൻ്റെ ക്രൈറ്റീരിയ എന്ന് എനിക്കറിയില്ല. ഒരു സ്റ്റേറ്റിൽ എന്തായാലും ചില സെലക്റ്റഡ് ഫ്യൂ സ്കൂൾസ് അവർക്ക് ഒരു പ്രത്യേക ഫണ്ട് കൊടുക്കുകയാണ് അവരുടെ സ്കൂൾ ഡെവലപ്പ് ചെയ്യാനും പിന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഇൻക്ലൂഡിങ്. അപ്പോൾ കോടിക്കണക്കിന് രൂപയാണ്. അപ്പം ഈ കേരളം കുറച്ച് നാളായിട്ട് മുണ്ട് മുറുക്കി കൊടുത്ത് അതിനൊരു പരിധിയില്ല. മുണ്ട് മുറുക്കി കൊടുക്കുന്നതിനൊരു പരിധിയില്ല. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്ത് അൺഎക്സ്പെക്റ്റഡായിട്ട് കുറച്ച് പൈസ കിട്ടുകയാണ്. അപ്പോൾ അതാണ്ടാ ഈ കേരളത്തിലുള്ള ചില ന്യൂസ് ചാനൽസൊക്കെ ഇതെന്തോ വലിയ മഹാപരാധം ചെയ്തു എന്നുള്ള രീതിയിൽ ഗവൺമെന്റിനെ ഇട്ട് ക്രൂശിക്കുന്നു. അപ്പോൾ അവരിതിൽ സക്സസ്ഫുൾ ആയാൽ, ഗവൺമെന്റിനെ ഇതിൽ നിന്നും പിന്തിരിപ്പിക്കാൻ സക്സസ്ഫുൾ ആയാൽ
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് എല്ലാവരും ഇരുന്ന് ചിരിക്കും. ഓ, ഞങ്ങൾ നേടിയെടുത്തു, ഞങ്ങൾ ഇത് കേരളമാടാ, ഇവിടെ ഇങ്ങനെയാണ്. ഇതാണ് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ. തമിഴ്നാട്, കേന്ദ്രത്തിലോ തമിഴ്നാട്ടിലോ ഏത് ഗവൺമെൻറ് വന്നാലും തമിഴ്നാട്ടിൽ ഗുണം ആകേണ്ട കാര്യങ്ങളെല്ലാം അവരെങ്ങനെയും നേടിയെടുക്കും. അവരുടെ ഏത് കളറുള്ള കൊടിയാണോ അവരുടെ സ്റ്റേറ്റ് അസംബ്ലിയുടെ മുകളിലിരിക്കുന്നത്, അല്ലെങ്കിൽ പാർലമെൻറ്റിൻ്റെ പാർലമെൻറ്റിൻ്റെ മേളിലല്ല, ഏത് പാർട്ടിയാണോ കേന്ദ്രം ഭരിക്കുന്നത്, ഏത് പാർട്ടിയാണോ തമിഴ്നാട് ഭരിക്കുന്നത്, ഇത് ടോട്ടലി ഇറലവൻ്റാണ് തമിഴ്നാടിനെ അപേക്ഷിച്ച്. അവർക്ക് വേണ്ട കാര്യങ്ങൾ അവർ നേടിയെടുക്കും എങ്ങനെയും. ജനങ്ങളെ സേവിക്കാനും ജനങ്ങൾക്ക് നന്മയുണ്ടാകാനും വേണ്ടിയിട്ടാണല്ലോ ജനങ്ങളെല്ലാം കൂടെ ഒരു ഗവൺമെൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ജനങ്ങൾ കല്ലെറിഞ്ഞാൽ പോലും അവർക്ക് നന്മയുണ്ടാകേണ്ട കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്യണം, ആ ഗവൺമെൻറ് ചെയ്തിരിക്കണം. അതാണ് അതിനു വേണ്ടിയിട്ടാണ് അവരെ തിരഞ്ഞെടുത്ത് വിട്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനൊരു സ്കീം അത് അവകാശപ്പെട്ടത് കേരളത്തിലെ കുട്ടികൾക്കാണ്. അവരിൽ നിന്നും തട്ടിമാറ്റുകയാണ് ചെയ്യുന്നത്. ആ പ്രോസസ്സാണ് കേരളത്തിലെ ഈ മീഡിയയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരതെന്ന് മനസ്സിലാക്കുക, അത് മനസ്സിലാക്കാൻ എനിക്ക് തോന്നുന്നില്ല മനസ്സിലാവുന്നത്. കാരണം ഈ കേരളത്തിലെ മീഡിയയിൽ എനിക്കൊരു 95% ഈ കമ്മി ബുദ്ധി ഉള്ള ടീമുകളാണ് അതിൻ്റെ നേതൃത്വവും അതിൻ്റെ ഓവറോൾ സ്റ്റാഫിങ് എല്ലാം. അപ്പോൾ അവരിതിന് പ്രോത്സാഹിപ്പിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതായത് ജനങ്ങൾക്ക് നല്ലത് ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇവർ കമ്മ്യൂണിസ്റ്റുകാർ പൊതുവെ അങ്ങനെ ചെയ്യാറില്ല. അവരെ എപ്പോഴും ഈ പാവപ്പെട്ടവൻ എന്നുള്ളൊരു ബോക്സിൽ നിർത്തുന്നതാണ് അവർക്ക് നല്ലത്, അവർക്ക് ഇഷ്ടവും അവർക്ക് നല്ലതും. അപ്പോൾ ഇങ്ങനെ ഒരു ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ എന്തായാലും അവർ സമ്മതിക്കില്ല കമ്മ്യൂണിസ്റ്റുകാർ. അപ്പോൾ അതിനെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കുന്നത്. ഇനി ഇത് മാറണം. ഞാൻ പറയുന്നത് ഗവൺമെൻറ് അവരിച്ചിരി ചീത്ത വിളി കേട്ടാലും ഈ സ്കീമോട്ട് മുമ്പോട്ട് പോകണം. ഈ സ്കീമുമായിട്ട് മാത്രമല്ല, കേന്ദ്രത്തിൽ നിന്ന് എവിടുന്നേലും ₹1 കിട്ടാനുള്ള വകുപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി താന്ന് കൊടുത്ത് കുനിഞ്ഞു നിന്ന് മേടിച്ചിരിക്കണം. അത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. അത്രേ ഉള്ളൂ. അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ വീഡിയോ എടുത്തത്. ഓക്കെ, സീ യു സൂൺ, ബൈ.